കഥകൾ കേൾക്കാം ഇനി മലയാളത്തിൽ. വിശ്വനാഥ ചെട്ടിയാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്നു. രമേഷ് ഷെഡ്ഡി വന്നു. ദയാ ശിവകാർത്തികേയൻ്റെ മകൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. സൂര്യ. വിശ്വനാഥ ചെട്ടിയാർ. അവനെ ഞാൻ തന്നെയാ വിളിച്ചു വരുത്തിയെ. അനിയ. സൂര്യ വരുന്നു. മാരിക്കകത്ത് വിജയ് യേശുദാസ് മുടി ചീകി വെച്ചിരിക്കുന്ന കൂട്ട് ചീകി വെച്ചിരിക്കുന്നു. മീശ പിരിച്ചു വെച്ചിരിക്കുന്നു. ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ചിരിക്കുന്നു. നെഞ്ചും വിരിച്ച് വരുന്നു രമേഷ് ഷെഡ്ഡി. എടാ, നിന്റെ തന്ത പഴയ പോലീസുകാരനാണെന്നും പറഞ്ഞ് വലിയ പോസൊന്നും വേണ്ട. സൂര്യ രമേഷ് ഷെഡ്ഡിയുടെ കഴുത്തിൽ പിടിച്ചു. അച്ഛൻ പോലീസാണെന്ന് കരുതി പറയേണ്ട കാര്യം നേരെ പറയണം. സ്ട്രെയിറ്റ് കാര്യം പറ. എനിക്ക് ആശുപത്രിയിൽ പോകണം. വിശ്വനാഥ ചെട്ടിയാർ. നീയും നിന്റെ തന്തയും തള്ളയും ഉടനെ ഇവിടുന്ന് കെട്ടുകെട്ടിയിരിക്കണം. മനസ്സിലായോടോ തന്തയ്ക്ക് പറക്കാത്തവനെ? എൻ്റെ അനിയൻ്റെ ദേഹത്ത് കൈവെക്കാൻ മാത്രം നീ വളർന്നോ? സൂര്യ സർജിക്കൽ കത്തിവെച്ച് വിശ്വനാഥ ചെട്ടിയാറിൻ്റെ നെഞ്ചത്ത് വരയുന്നു. സൂര്യ. ഓ, വേദനിക്കുന്നോടാ വിശ്വനാഥ ചെട്ടിയാർ. എടാ നായേ, നിന്നെ ഞാൻ. സൂര്യ. 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ, നീ ചാകും. നിന്റെ ചോര വീണ ഭൂമി വൃത്തികേടാകും. നിന്നെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയാൽ രക്ഷപ്പെടും. നിനക്ക് സുഖമല്ലേടാ? സൂര്യ. ഹോസ്പിറ്റലിലെ ആംബുലൻസ് വരുന്നു. സ്ട്രെച്ചർ കൊണ്ടുവന്ന് വെച്ചു. വിശ്വനാഥ ചെട്ടിയാരെ എടുത്ത് അതിൽ വെച്ച് കൊണ്ടുപോകുന്നു. സൂര്യ. ഇയാളുടെ ഹൃദയം, കിഡ്നി എല്ലാം ഇവിടുത്തെ ആ വല്യപ്പന് കൊടുക്കണം. വിശ്വനാഥ ചെട്ടിയാർ സമ്മതിച്ചു എന്ന തെളിവാണിത്. ഓക്കെ സിസ്റ്റർ എമിലി. ഓക്കെ. ബാറിൽ ആദിത്യൻ കുടിക്കുന്നു. എന്തിനാടാ ആദിത്യ നീ ഇങ്ങനെ കുടിക്കുന്നത്? സ്വയം പെറുപെറുത്തോണ്ടിരുന്ന്. ഹോസ്പിറ്റലിൽ സൂര്യ നടന്നു പോകുന്നു. സൂര്യയുടെ നേരെ ഒരു സുന്ദരിയായ പെൺകുട്ടി നടന്നു വരുന്നു. ശാന്തിക. സൂര്യ. തിഷ മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ശാന്തിക. ഡോക്ടറിനെ കാണാത്ത കൊണ്ട് വഴക്കുണ്ടാക്കുക. സൂര്യൻ ശാന്തികയും ചിൽഡ്രൻ വാർഡിലേക്ക് കയറിപ്പോയി. തിഷ. എവിടെയായിരുന്നു? ശാന്തിക. ഡോക്ടർ സാറിന് ഒരുപാട് തിരക്കില്ലേ? സൂര്യ. നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ തിഷ മോൾ. സൂര്യ. ശാന്തിക നോക്കിക്കോണം. ശാന്തിക. യെസ്.